അറിവാണ് ആയുധം അല്ലെ? മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഏറ്റവും പവർഫുൾ വെപ്പൺ നിങ്ങളുടെ അറിവ് മാത്രമാണ്. ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കുക. കാര്യം കേരള പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് അത്യാവശ്യം ഇൻ ഡെപ്ത് ആയി ഇറങ്ങി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. പുതിയ പാറ്റേണിൽ പഠിക്കുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഒരു 10 ലക്ഷം പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് 50,000 പേർക്ക് മാത്രമേ പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണമെന്ന് അറിയുള്ളൂ. അതിൽ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ആത്മാർത്ഥമായി പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് പുതിയ പാറ്റേണിൽ ആഴത്തിലുള്ള അറിവ് ഏറ്റവും ഈസി ആയി സമ്പാദിക്കാൻ പറ്റുക, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കുറെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കിട്ടും. നല്ല ഡെപ്തിലുള്ള കുറച്ച് കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവണം. കാര്യം കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ പോരാ, ആഴത്തിലുള്ള അറിവും വേണം. കാര്യം ഈ ഒരു ടോപ്പിക്കിൽ ആഴത്തിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ സീരീസ് ചെയ്തിരുന്നു. എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു എവല്യൂഷൻ, ഉത്ഭവത്തെ പറ്റി ഇമ്പോർട്ടന്റ് ആക്ട് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ LSTS മെയിൻസ് പരീക്ഷയുടെ സിലബസിനകത്ത് പ്രധാന ഭാഗമാണത്. PSC ആ സിലബസ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PSCയേക്കാൾ ഒരു മുഴം മുന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ അന്ന് അത്രയും ക്ലാസ്സസ് ഇട്ടപ്പോൾ പിള്ളേർ ചോദിച്ചു, എന്നാൽ വ്യൂസ് ഒന്നുമില്ല, എന്തിനാ ഇതൊക്കെ ഇടുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഇപ്പോൾ അതിന്റെ റിലവൻസ് എല്ലാവർക്കും മനസ്സിലായി. ബിക്കോസ് അതിപ്പം പുതിയ സിലബസിന് ഇന്റഗ്രൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ പറ്റും. സോ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത കാലത്ത് PSC ഭരണഘടനയിൽ നിന്നും അത്യാവശ്യം ഡെപ്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കേണ്ടത്? നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എടുത്തു വെച്ച് കീറി മുറിച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആഴത്തിൽ ആസ്വദിച്ച് പഠനം ലഹരിയാക്കി മാറ്റി പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഇതിപ്പോ ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, നിയമത്തിന്റെ വാഴ്ച, നിയമത്തിന്റെ റൂൾ, ഇത് ഏത് ഭരണഘടനയിൽ നിന്നും എടുത്താന്ന ചോദ്യം അല്ലെ? ഇതിന് ഉത്തരം ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ PSC ചോദ്യം ഉണ്ടല്ലേ. ഇതിനു മുമ്പ് PSC ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലേ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. അപ്പൊ PSC ചോദിച്ചതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്. ഓപ്ഷൻ അത് കുറയാണ്. അതായത് യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് പ്രത്യേക അവകാശങ്ങളുടെ അഭാവം, അതായത് ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ് എന്നുള്ളതാണ്. ഇതൊക്കെ സിവിൽ സർവീസിനകത്ത് ചോദിച്ചതാണ്. ഞാൻ ഇതൊക്കെ പ്രൂവ് ചെയ്താണ്. സിവിൽ സർവീസിലെ ചോദ്യ പേപ്പറിൽ നിന്ന് കുത്തും കോമയും പോലും വിടാതെ PSC ചോദിച്ചാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. ഈ ടോപ്പിക് എങ്ങനെ പഠിക്കേണ്ടത് ഇതിന്റെ കൂടെ നിന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇനി ഇവിടെ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങളും ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാം. ആ ചോദ്യങ്ങൾ ഭാവിയിൽ വരും. അതായത് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. AV ഡൈസി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ചിന്തകൻ ഉണ്ടായിരുന്നു, AV ഡൈസി. അപ്പൊ അദ്ദേഹമാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇത് ബ്രിട്ടനെ ഭയങ്കര, അതായത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമില്ലേ, 1215 AD മാഗ്ന കാർട്ട. എന്താ മാഗ്ന കാർട്ടയിൽ പറഞ്ഞത്? എന്താ കിങ് ജോൺ ആണ് ഒപ്പിടുന്നത് അല്ലെ? രാജാവാണെങ്കിലും ഏവനാണെങ്കിലും ഹീസ് അണ്ടർ ദ ലോ, നിയമത്തിന് താഴെയാണ് എല്ലാവരും. അതാണ് മാഗ്ന കാർട്ട. ഒരു നിയമമുണ്ട്, രാജാവാണെങ്കിൽ നിയമത്തിന് മുകളിലല്ല. ഇന്ത്യയിലെ സെറ്റപ്പ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മറ്റേത് മൊണാർക്കിയൽ സ്റ്റേറ്റ് രാജഭരണത്തിന്റെ സെറ്റപ്പ് ആണെങ്കിലും രാജാവാണ് തലതൊട്ടപ്പൻ, രാജാവിന് മുകളിൽ ആരുമില്ല. പക്ഷേ ബ്രിട്ടനിൽ മാഗ്ന കാർട്ട 1215 ഒപ്പിടുന്നു. കിങ് ജോൺ രാജാവ് അത് ഒപ്പിടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? രാജാവാണെങ്കിൽ പോലും നിയമത്തിന് താഴെയാണ് എന്നുള്ള സെറ്റപ്പ് വരുന്നു. അതാണ് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നുള്ള രീതിയിൽ പിന്നീട് കൂടുതൽ കോൺക്രീറ്റ് ആവുന്നത്. ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്, ഇക്വാലിറ്റി ബിഫോർ ലോ, സുപ്രീമസി ഓഫ്, നമ്മൾ അപ്പൊ തൽക്കാലം അങ്ങോട്ടേക്ക് പോകണ്ട. ഞാൻ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് ഉണ്ട്. ആർട്ടിക്കിൾ 14 അത് മൗലിക അവകാശമാണ്. മൗലിക അവകാശങ്ങൾ നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് എടുത്തിട്ടുള്ളത്? മൗലിക അവകാശങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നുമാണ്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉള്ളിലുള്ള ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ, ഇതിന്റെ ഉള്ളിൽ വരുന്ന റൂൾ ഓഫ് ലോ അല്ലെ, ആർട്ടിക്കിൾ 14 ആദ്യത്തെ ഘടകം എവരിവൺ ഈസ് ഈക്വൽ ബിഫോർ ലോ, ഇക്വാലിറ്റി ബിഫോർ ലോ, അത് ബ്രിട്ടനിലാണ്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നില്ലേ? ഈ കൺഫ്യൂഷനെ സോൾവ് ചെയ്യുന്ന സ്ഥലത്താണ്
നമ്മൾ റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് എടുത്തു എന്ന് ചോദിക്കുവാണെങ്കിൽ അത് അമേരിക്ക തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഒന്ന് ഇറങ്ങി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫണ്ടമെന്റൽ റൈറ്റിനുള്ളിലുള്ള ആർട്ടിക്കിൾ 14 അതിൽ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നുള്ള ആശയം ബ്രിട്ടീഷ് ഭരണഘടന എന്നുള്ളതാണ്. അപ്പം രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. നിങ്ങൾ ഒന്നും അറിയാതെ കറക്കി കുത്താൻ പോയാലോ തെറ്റും. അമേരിക്കയിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ചില ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ബ്രിട്ടീഷ് ഭരണഘടനയുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് അറിയോ? നിയമവാഴ്ചയാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യത്തെ രാജാവ് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ബ്രിട്ടനിലോ ഒരു നിയമ സംഹിതയുണ്ട്. അതിന്റെ പേരിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ. രാജാവിന് തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഒക്കെ ചരിത്രം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഗലീലിയോ ജനിച്ചതിന് ശേഷമാണ് ന്യൂട്ടൺ ജനിച്ചത്. പക്ഷെ ഐസക് ന്യൂട്ടൻ ആണ് സയൻസിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ്? ഐസക് ന്യൂട്ടൻ ബ്രിട്ടനിൽ ജനിച്ച ആളാണ്. അവിടെ നിയമവാഴ്ചയാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള അവകാശവും അധികാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടൻ പിന്നീട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി പറന്ന് പന്തലിച്ചത്. അപ്പൊ ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ ഇത് എന്തെല്ലാമായി കണക്ട് ചെയ്തു? സയൻസുമായി കണക്ട് ചെയ്തു, ചരിത്രവുമായി കണക്ട് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷനുമായി കണക്ട് ചെയ്തു. ഒരു ഫാക്ടിനെ നമ്മൾ പല മേഖലയുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ മറക്കില്ല. കാര്യം മാഗ്ന കാർട്ട മുതൽ 1215 മുതൽ ഈ 2024 വരെയുള്ള ചരിത്രമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്, അല്ലെ? റൂൾ ഓഫ് ലോ. കാര്യം ഇന്ത്യ ഈ ഒരു ആശയം കടമെടുക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ആർട്ടിക്കിൾ 14 ഇത് വരുന്നത്. ഇതിന്റെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചോദ്യം നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ടാണ്, ആബ്സെൻസ് ഓഫ് പ്രിവിലേജസും ഈ പറയുന്ന ആർട്ടിക്കിൾ 14 ഒരു ഇംപ്ലിക്കേഷൻ തന്നെയാണ്. ചോദ്യം വന്നിട്ടുള്ളത്, ഈ ചോദ്യങ്ങൾക്ക് ഇനി വരാൻ പോവാണ്. അപ്പം ഇതുകൊണ്ടാണ് ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ ആയി മാറിയത്. അപ്പൊ നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ ആ വിഷയം മാത്രമായി പഠിക്കാതെ പല പല ഫാക്ടറുകൾ, പെസ്റ്റൽ എന്ന് പറയും. ഇപ്പം ഒരു വിഷയത്തിന് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ലീഗൽ, ടെക്നോളജിക്കൽ ഡയമെൻഷൻസ് കാണും. ആ ഒരു ഡയമെൻഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എത്ര കോംപ്ലിക്കേറ്റഡ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഒരു മാഗ്ന കാർട്ട മുതൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 ഒരു ഹിസ്റ്ററി. അതാണ് നമുക്കിനി നോക്കാനുള്ളത്. സ്ഥിരമായി ഇപ്പം PSC ചോദ്യം ചോദിക്കുന്ന മറ്റൊരു മേഖലയാണ്. ഇത്തിരി വിശകലനാത്മകമായിട്ടാണ് അവിടുന്ന് ചോദ്യങ്ങൾ വരിക. ഗ്രീൻ റെവല്യൂഷൻ. പണ്ട് ഗ്രീൻ റെവല്യൂഷൻ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്? ഗ്രീൻ റെവല്യൂഷൻ എന്താണ്, ഏതാണ്, ആരാണ് പിതാവ്? തത്തമേ പൂച്ചയായിരുന്നു പണ്ടത്തെ ശൈലി. പക്ഷെ ഇപ്പോൾ PSC കുറച്ച് വിശകലനാത്മകമായിട്ടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഗ്രീൻ റെവല്യൂഷൻ, ഇപ്പം ക്യാൻസർ ട്രെയിൻ എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട്. ക്യാൻസറിന്റെ ട്രെയിൻ പഞ്ചാബിൽ നിന്നും ബിക്കനറിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണത്. ആ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ക്യാൻസർ രോഗികളാണ്. കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാൻസർ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് പഞ്ചാബാണ്. എല്ലാത്തിനും കാരണം ഹരിത വിപ്ലവമാണ്, ഗ്രീൻ റെവല്യൂഷൻ. അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ റെവല്യൂഷന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, പോസിറ്റീവ്സും നെഗറ്റീവ്സും PSC ഇപ്പം ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മേഖല ഒന്ന് കീറി മുറിച്ച് പഠിക്കാം. ഇനി ഇവിടുന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എന്താ പറയാ, സ്കിപ്പ് ചെയ്യാൻ തോന്നരുത്. ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായി നേരിടാൻ പറ്റണം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എല്ലാവർക്കും അറിയാം, അല്ലെ? അരി, ഗോതമ്പ് ഇഷ്ടം പോലെ വന്നു, കൃഷി നന്നായി പുരോഗമിച്ചു, കർഷകന് പണം കിട്ടി. കാര്യം നല്ല കൃഷി മെച്ചപ്പെടുമ്പോൾ കർഷകന് മെച്ചപ്പെടുമല്ലോ. ഭക്ഷ്യധാന്യങ്ങൾ സ്വയം പര്യാപ്തത, മാർക്കറ്റ് സർപ്ലസ്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് സീരീസ് അതൊക്കെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് വളരെ ഈസി ആയിരുന്നു ഈ ചോദ്യങ്ങൾ വന്നപ്പോൾ. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. കോട്ടങ്ങൾ, ഹരിത വിപ്ലവത്തിന്റെ ദോഷവശങ്ങൾ എന്താണെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. പണ്ടൊക്കെ ഹരിത വിപ്ലവത്തെ ദോഷമുണ്ട്, നല്ലൊരു കാര്യമല്ലേ ഹരിത വിപ്ലവം. പക്ഷെ ഇഷ്ടം പോലെ ദോഷമുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇംപ്രിന്റ് ചെയ്യുക. ഏതൊരു ടെക്നോളജി അല്ലെങ്കിൽ ഏതൊരു വിപ്ലവം, ഏതൊരു സംഭവം വന്നു കഴിഞ്ഞാലും തുടക്കത്തിൽ അത് കുറച്ച് ഇൻഇക്വാളിറ്റി, അസമത്വ സമൂഹത്തിൽ സൃഷ്ടിക്കും. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കുക, ബ്ലോക്ക് ചെയിൻ, ഇതൊക്കെ ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്? സമൂഹത്തിലെ ഏറ്റവും കാശുള്ളവന്മാർക്കാണ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുക. അപ്പം പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം പിന്നെയും കൂടുകയാണ്. പാവപ്പെട്ടവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഏത് ടെക്നോളജി കൊണ്ടുവന്നാലും അവസ്ഥ ഇതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഹൈലൈറ്റ് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം ആദ്യമേ വന്നപ്പോൾ കാശുള്ള ജന്മിമാരായ പണക്കാരായ കർഷകർക്ക് മാത്രമാണ് ഈ വിത്തുകളും ട്രാക്ടറുകളും ടെക്നോളജിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത്. പാവപ്പെട്ടവൻ പിന്നെയും പാവപ്പെട്ടവനായി കിടക്കായിരുന്നു. അതുകൊണ്ടാണ് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറയുന്നത്. കാര്യം നല്ല ചെലവാണ് ഈ വിത്തിനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ. ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും മോശ വശമായിട്ട് പറയുന്ന ഒന്നതാണ് ഇതിലെ ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്, അല്ലെ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾക്ക് നല്ല പൈസയാവും. സാധാരണ വിത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ പൈസയാവും ഇവിടെ. അതുകൊണ്ട് തന്നെ ഇത് സൃഷ്ടിച്ചത് ഈ കുത്തക കോർപ്പറേറ്റുകളാണ്.
കർഷകനെ പിഴിയുന്ന കോർപ്പറേറ്റുകളാണ് ഈ വിത്തിനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കോർപ്പറേറ്റുകൾ പറയുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ ഭയങ്കരമായിട്ട് ഈ വിത്തിന് കൃഷി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, പക്ഷേ ഇതിന് കീടാക്രമണ സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. ഇപ്പം UPS ബൊള്ളഗാർഡ് എന്നാണ്, ബൊള്ളഗാർഡ് എന്നൊരു ചോദ്യം. ബൊള്ളഗാർഡ്, ഈ ബോൾ വേം ഈ പരുത്തി കൃഷി അല്ലെങ്കിൽ കോട്ടനെ നശിപ്പിക്കുന്ന ഒരു കീടമാണത്. അപ്പൊ ഇത്തരം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഈ കാർഷിക വിളകളുടെ പ്രശ്നം എന്താണെന്നറിയോ? അത് പെട്ടെന്ന് കീടങ്ങൾ അറ്റാക്ക് ചെയ്യും, അല്ലെ? കീടങ്ങൾ അറ്റാക്ക് ചെയ്യും, പെട്ടെന്ന് നശിച്ചു. അത് മറ്റു വലിയൊരു പ്രശ്നമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസറിന് ഇത് കാരണമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഗവൺമെന്റ് സബ്സിഡി കൊടുത്തു. എത്ര വേണമെങ്കിൽ നിങ്ങൾ വെള്ളം അടിച്ചോളൂ. ഈ വെള്ളമടിയല്ല, കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭൂഗർഭത്തിൽ നിന്നും ജലം ധാരാളമായി പമ്പ് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. ആ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ഇട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരെല്ലാതും അങ്ങ് അർമാദിച്ചു, ഇഷ്ടം പോലെ വെള്ളമടിച്ചു. അപ്പം ഭൂഗർഭത്തിലെ ജലത്തിന്റെ അളവ് കുറഞ്ഞു. പിന്നീട് സംഭവിച്ചതാണ് ഏറ്റവും വലിയ ട്രാജഡി. ജലത്തിന്റെ അളവ് കുറഞ്ഞപ്പോൾ അവിടുന്ന് ടോക്സിക്, ആർസനിക് പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ വെള്ളത്തിൽ കൂടെ മുകളിലേക്ക് വരാൻ തുടങ്ങി. ഇത് ആൾക്കാർ കുടിച്ചു, അവർക്ക് ക്യാൻസർ ബാധിച്ചു. അപ്പൊ ഹരിത വിപ്ലവത്തിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാണ്. മണ്ണും വെള്ളവും നശിച്ചുപോയി. കാര്യം ഇലക്ട്രിസിറ്റി കിട്ടുകയാണല്ലോ. പിന്നെ അവര് ഇഷ്ടം പോലെ, മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കീടനാശിനി സബ്സിഡൈസ് ചെയ്ത് കൊടുത്തു. വളത്തിന്റെ വില കുറഞ്ഞു. വളം, ഫെർട്ടിലൈസർ പണ്ട് നല്ല പൈസയായിരുന്നു, നൈട്രോജൻ ഫെർട്ടിലൈസർ. ഇപ്പൊ നൈട്രോജൻ ഫെർട്ടിലൈസർ ഒക്കെ കർഷകന് വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാം, വലിയ പണമാവില്ല. അപ്പൊ എന്ത് പറ്റി? ഇവരിത് അനാവശ്യമായി മിസ്യൂസ് ചെയ്തു. നിങ്ങൾക്ക് അറിയാലോ, അനാവശ്യമായ വളം അല്ലെങ്കിൽ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചെങ്കിൽ മണ്ണ് നശിക്കും, പ്രകൃതി നശിക്കും. ഇത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങി ഇത് നമ്മൾ തന്നെയാണ് കുടിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് പറ്റി? ധാരാളം ആൾക്കാർക്ക് ക്യാൻസർ ബാധിച്ചു. ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി മാറി, സമ്മതിക്കുന്നു. അരിയും ഗോതമ്പും വന്നുകൊണ്ട് പട്ടിണി മാറി. പക്ഷേ മാൽന്യൂട്രീഷൻ, പോഷകാഹാരങ്ങൾ കുറഞ്ഞു. അതായത് അരിയും ഗോതമ്പും മാത്രം മതിയോ? നമുക്ക് പഴവർഗ്ഗങ്ങൾ വേണം, പച്ചക്കറി വേണം, ബാക്കിയുള്ള കാര്യങ്ങൾ വേണം. പക്ഷെ ഇവിടെ ഈ വിപ്ലവം കൂടുതലും ഫോക്കസ് ചെയ്ത് അരിയിലും ഗോതമ്പിലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറികളുടെ ലഭ്യത കുറഞ്ഞു. നമുക്കറിയാം, ന്യൂട്രീഷ്യൻസ് നമുക്ക് വേണം. ഈ അരിയും ഗോതമ്പും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. മാക്രോ ന്യൂട്രീഷ്യൻസ് വേണം. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട, ഇതിന്റെ ഒക്കെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള പരീക്ഷകൾക്ക് ഇത് വരും. അടുത്ത കാലത്ത് PC ധാരാളം ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കാലത്ത് വന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായത് എന്താ? കുടിയേറ്റം കൂടി എന്നുള്ളതാണ്. കർഷകൻ ഇവിടെ കാശ് കിട്ടുന്നുണ്ട്, കർഷകൻ പിന്നെ എന്തിനാ നാട് വിട്ടു പോകുന്നത്? അപ്പൊ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ ദോഷം, ഈ ഒരു അനാലിസിസ് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നാലും കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഹൈലൈറ്റ്. നമുക്ക് 100% കാര്യങ്ങൾ പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. പഠിക്കാത്തൊരു ചോദ്യം വന്നാലും ഞാൻ നേരിട്ടുള്ള കറക്കി കുത്തി, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് ലോജിക്കലായി കറക്കി കുത്തി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് നമുക്ക് വേണ്ടത്. ഈ വീഡിയോയുടെ താഴെ നമുക്കൊരു ചോദ്യം കറക്കി കുത്തി നോക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിരിക്കും അതല്ലേ? അപ്പം ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം ഹരിത വിപ്ലവത്തിന്റെ പുതിയ വേർഷൻസ്, ഹരിത വിപ്ലവം 2.0 ഒക്കെ വരാൻ പോവുകയാണ് ഈ കോട്ടങ്ങളെ പരിഹരിച്ചുകൊണ്ട്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. മറ്റൊരു ദോഷം എന്ന് പറയുന്നത്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അങ്ങോട്ടേക്കൊന്നും ഹരിത വിപ്ലവത്തിന്റെ ഫലം അധികം എത്തിയിട്ടില്ല. ഇത് കൂടുതലും പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ബെൽറ്റിലാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയത്. ഓക്കെ, ഈവൻ സദേൺ സ്റ്റേറ്റ്സിൽ പോലും പിന്നീടാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ സിവിൽ സർവീസസിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ്. അതാണ് ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശകലനാത്മകമായി തന്നെ നമ്മൾ പഠിക്കണം. കാര്യം SCERT NCERT തമ്മിൽ വലിയ വ്യത്യാസമില്ല. നിങ്ങൾ SCERT പഠിച്ചാൽ പോലും ഈ പോയിന്റ്സ് കിട്ടും. പക്ഷേ വിശകലനാത്മകമായി പഠിക്കുക. പണ്ട് പഠിച്ചതിനേക്കാൾ എളുപ്പമല്ല ഇതൊന്ന് ആലോചിക്കുക. ഹരിത വിപ്ലവത്തിന്റെ പഞ്ചവത്സര പദ്ധതി കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് വിശകലനാത്മകമായിട്ട് പഠിക്കുന്നത്. നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് കീറി മുറിച്ച് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക നോക്കിയാലോ. ഈ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാ ചോദ്യം. ശരിയായത് ഏതെന്നാണ് ചോദ്യം, അല്ലെ? ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നോ ഈ സ്റ്റേറ്റ്മെന്റ്. ഇത് തെറ്റാണ്. ഇത് നമുക്ക് പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. എന്താണ് കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? നമ്മൾ മനസ്സിലാക്കി ഈ ടോപ്പിക്ക് നമുക്കൊന്ന് ഡീപ്പായിട്ട് കീറി മുറിച്ച് പഠിക്കാം. കാരണം ഇത് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് കൂട്ടുത്തരവാദിത്വം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇതുകൊണ്ട് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി വേറെയാണ്. നമുക്ക് ഓരോന്നും പറയുന്നത് അടുത്തിലേക്ക് പോവാം. ഞാൻ എക്സ്ട്രാ നോട്ട്സ് ഒക്കെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിക്കോണേ. നമ്മുടെ വീഡിയോ കാണാൻ നേരം നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും.
അതിൽ പറയുന്ന എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിൽ ഉപകാരപ്പെടും. എന്താണ് കൂട്ടുത്തരവാദിത്വം? സംഭവം ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു മന്ത്രിസഭയിൽ 10 അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഇതില് 9 അംഗങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരംഗത്തിന് അവരുടെ വിയോജിപ്പുണ്ട്. ഒരു 10 പേരുടെ മന്ത്രിസഭയിൽ അംഗമാണ് ഞാൻ. അപ്പൊ അവര് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുന്നു, എനിക്ക് അവരെ എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് അതിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. പരസ്യമായി എനിക്ക് എതിർക്കാൻ പറ്റില്ല. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, നമ്മളെല്ലാവരും ഒരുമിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിത്തറകളിലൊന്നാണ്. അപ്പൊ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി മീൻസ് പല ഡയമെൻഷൻസ് നമുക്ക് ഓരോന്നത് പഠിക്കാം. ഒന്നാമത്തെ ഡയമെൻഷൻ മീൻസ് മന്ത്രിസഭയിൽ ഇപ്പൊ ആർട്ടിക്കിൾ 75 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 163, 164 ബേസിസിലാണ് നമ്മളിത് പറയുന്നത്. കൃത്യമായിട്ട് നമ്മളതിന് നോട്ട്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം കൂട്ടുത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടായിട്ട് തന്നെ നിൽക്കണം. 10 പേരുള്ള മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ എല്ലാവർക്കും ഒരു ഒറ്റ അഭിപ്രായമായിരിക്കണം. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പബ്ലിക് ആയിട്ട് പറയാൻ പാടില്ല, രാജിവെച്ച് പുറത്തു പോയിട്ട് പറയാം. അതാണ് അംബേദ്കർ എഴുതുന്നത്. ഹിന്ദു കോഡ് ബില്ലിന്റെ കാര്യത്തിൽ അംബേദ്കർ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് ഇറങ്ങി പോയാലോ. അംബേദ്കർ പ്രതിപക്ഷ പാർട്ടിയിൽ അംഗമായിരുന്നു, എന്നിട്ട് ഒരു നെഹ്റു അംബേദ്കറിനെ പിടിച്ച് മന്ത്രിയാക്കി. അപ്പൊ ഇതൊരു ഫാക്ച്വൽ പോയിന്റ് ആണ്. പ്രതിപക്ഷത്തിൽ അംഗങ്ങൾക്കാണെങ്കിൽ പോലും ഭരണപക്ഷത്തിന്റെ മന്ത്രിസഭയിൽ പാർട്ടാവാം, ഒരു പ്രശ്നമില്ല. കാര്യം നെഹ്റു ചെയ്തൊരു കാര്യമാണ്. നമുക്കിത് പല പരീക്ഷകളിൽ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. PSC വേണമെങ്കിൽ ചോദിച്ചെന്നിരിക്കാം. പെട്ടെന്ന് കേൾക്കും ഞെട്ടിവേ, പ്രതിപക്ഷത്തിൽ ഒരാൾക്ക് മന്ത്രിയാവാൻ പറ്റുമോ? പറ്റും. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ആവാൻ പറ്റത്തില്ലെന്ന് എവിടെ എഴുതി വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നെഹ്റു അംബേദ്കറിനെ മന്ത്രിയാക്കുന്നുണ്ട്. പക്ഷേ ഒരു അഭിപ്രായ വ്യത്യാസം, ഹിന്ദു കോഡ് ബിൽ എന്നൊരു ബില്ലുണ്ട്, നമുക്ക് അത്രയും ഡെപ്തിൽ പോകണ്ട, കൂടുതൽ ഓവറാക്കി പഠിക്കാൻ നിൽക്കരുത്, ആവശ്യമുള്ള കാര്യം മാത്രം പഠിക്കാം. ഓക്കെ, നമ്മൾ പഠന ലഹരിയായി കഴിഞ്ഞാൽ കൂടുതൽ ഇറങ്ങി പോയി അനാവശ്യമായിട്ടുള്ള ഫാക്ടുകൾ പഠിക്കും. ചോദ്യം വരുന്ന ഏരിയ മാത്രം പഠിക്കാൻ നിർത്താം. അപ്പൊ അംബേദ്കറിനും നെഹ്റുവിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. അംബേദ്കർ എന്ത് ചെയ്തു? രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോയിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഒന്നാമത്തെ ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം, മന്ത്രിമാരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ലോക്സഭയിലാണ്, ഇപ്പൊ പാർലമെന്റിലാണെങ്കിൽ പ്രധാനമന്ത്രിയെ മന്ത്രിമാരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അവരെ ചവിട്ടി പുറത്താക്കാം. അതിനുള്ള അവകാശം ലോക്സഭയ്ക്കുണ്ട്. സംസ്ഥാനത്തിലാണെങ്കിലോ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിശ്വാസ പ്രമേയം നിയമസഭയിലുണ്ടെന്ന് അവരെ ചവിട്ടി പുറത്താക്കാം. ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണെന്നുള്ളത്. ആർട്ടിക്കിൾ 75 ഇതിനെപ്പറ്റി പറയുന്നത്, പാർലമെന്റിലെ കാര്യം. അതായത് മന്ത്രിമാരും പ്രധാനമന്ത്രിയും എല്ലാവരും ലോക്സഭയുടെ അടുത്ത് റെസ്പോൺസിബിൾ ആണ്. ചുമ്മാ തോന്നിയുള്ള നടക്കാനൊക്കത്തില്ല. ലോക്സഭയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ലോക്സഭ ജനങ്ങൾ എലക്ട് ചെയ്ത് ജയിപ്പിച്ച റെപ്രസെന്റേറ്റീവ്സ് ആണ് ലോക്സഭ ഇരിക്കുന്നത്. അവരാണ് ഇവര് ഭരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ആൾക്ക് മാത്രമല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 75, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്തം ലോക്സഭയോടാണ്. സംസ്ഥാനങ്ങളിൽ മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്തം സ്റ്റേറ്റ് നിയമസഭകളോടാണ്, ഗവർണറിനോടല്ല. ഇതാണ് ആർട്ടിക്കിൾ 74 75 പറയുന്നത്. ഇവിടെ മറ്റൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമുണ്ട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാ മന്ത്രിമാരും കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. മറ്റൊരു കാര്യമാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. അതെന്താ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി? ഇപ്പം നിങ്ങളൊരു പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ നടക്കാൻ പോകണം. നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആയി, അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറായി, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി വലിയ ഉന്നത നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു മന്ത്രിയുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വലിയൊരു അഴിമതി കാണിച്ചത്, ഭയങ്കരമായിട്ടുള്ള നഷ്ടം സ്റ്റേറ്റിന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രി രാജിവെക്കണം. ചില സാഹചര്യത്തിൽ അങ്ങനെ പോലെ വേണ്ടി വരും. ചില IAS കാണിച്ച കറപ്ഷന്റെ പേര് മന്ത്രിമാർ രാജിവെച്ചിട്ടുള്ള ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള എല്ലാ കാര്യത്തിലും വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ട്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനിങ് മോശമാണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. അതാണ് പറയുന്നത് ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിസ്റ്ററിന് അദ്ദേഹം അഴിമതി കാണിച്ച് കാണത്തില്ല, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ ആ മന്ത്രി ഇപ്പൊ ഞാൻ മന്ത്രിയാണ്, ഞാൻ അഴിമതി കാണിച്ചില്ലെങ്കിൽ പോലും ആ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരാൾ അഴിമതി കാണിച്ച് ഭീമമായ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തം ഞാൻ വേണം ഏറ്റെടുത്ത് രാജിവെച്ച് പോകാൻ. ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. വ്യക്തിപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് ഇതിനെ പറ്റി പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഫാക്ടുകൾ. PSC ഒരു കട്ടി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് വരും, ട്രെൻഡ് നമുക്ക് തരാം. ട്രെൻഡ് കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും?
ഈ ഫാക്ടറെല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LDC 10th +2 ലെവൽ KS ക്ലാസ്സസ് ഒക്കെ ഈ ഒരു നിലവാരത്തിലാണ് എടുക്കുന്നത്. ഫാക്ച്വൽ ഡേറ്റ നമുക്ക് വിട്ടളയാൻ പറ്റില്ല. റാങ്ക് ഫയൽ ഇന്നും റിലവന്റ് ആണ്. പക്ഷെ റാങ്ക് ഫയലിനോടൊപ്പം വിശകലനാത്മകമായി പുതിയ ട്രെൻഡിങ് രീതികളിലും പഠിക്കണം. ഈ ട്രെൻഡിങ് രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ എന്താ പറയാ കറക്കിക്കുത്തൽ അല്ലെ, കറക്കിക്കുത്തൽ. ഈ ചോദ്യം കഴിഞ്ഞ LDCയിൽ വന്നതാണ്, വലിയൊരു ചോദ്യമാണ്. കറക്കിക്കുത്തി ഉത്തരം പറഞ്ഞേ. ഇന്നോവേഷൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താ? ഇന്നോവേഷൻ, ഇന്നോവേറ്റീവ് ഐഡിയ അല്ലെ. നവീന ആശയം എന്നുള്ളതാണോ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നുള്ളതാണോ, എണ്ണ ഇറക്കുമതി എന്നുള്ളതാണോ, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണോ? ഒന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ സഹകരണ ഫെഡറലിസം, ഇതെന്ത്? ഫെഡറലിസം എന്ന് പറയുമ്പോൾ അത് എന്തിനെ പറ്റി ബന്ധപ്പെട്ടതാണ്? നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ഇതിന്റെ ഉത്തരം കമന്റ് സെക്ഷനിൽ പറയാം. ബിക്കോസ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കണം. ഈ ഒരു ക്ലാസ് ഇതൊരു പരീക്ഷണമാണ്. നമ്മൾ കൂടുതൽ ടെക്നിക്സിന്റെ ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. കണ്ടന്റ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ അധികം ചെയ്യാറില്ല. ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് അത് ധാരാളം ഉണ്ട്. എന്നാലും ഡെയിലി ബേസിസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് ചെയ്തു വന്നത്. അപ്പൊ നിങ്ങൾ കണ്ടന്റ് ബേസ്ഡ് ക്ലാസ്സുകൾ കൂടുതൽ വേണോ അതോ ടെക്നിക്സ് മാത്രം മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി പറയാം. ബിക്കോസ് നമ്മുടെ ഇക്വേഷൻ മറക്കരുത്, ആഴത്തിൽ പഠിക്കണം, അതിനോടൊപ്പം കറക്കി കുത്താനും പഠിക്കണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. കാര്യം ഈ ഒരു ഡിജിറ്റൽ ലോകത്തിൽ എനിക്ക് നിങ്ങളെ ആരെയും കാണാൻ പറ്റില്ല. നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ റെസ്പോൺസും മാത്രമാണ് ഞങ്ങൾക്കുള്ള ഫീഡ്ബാക്ക്. നമ്മുടെ അഫോർഡബിൾ കോഴ്സസിനെ പറ്റി അറിയണമെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെന്റേഴ്സോട് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോ ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ കൃത്യമായി പറയാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ധൈര്യമായി സബ്സ്ക്രൈബ് ആയിട്ട് അമർത്തിക്കോ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു, ബൈ.